അപ്പോൾ ആ കാക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കരുതി ഇത് ചെറിയ കുട്ടിയേറ്റം പറക്കാൻ നോക്കിയിരിക്കാറുണ്ട്. പക്ഷെ ഇത് കുട്ടിയൊന്നുമില്ല കേട്ടോ, വലിയ കാക്കയൊന്നുമില്ല. ആളാകെ ഡെഡായി. എന്തായാലും അതിലൊരു തീരുമാനമായി. ഇതൊരു സങ്കടമുള്ള കാഴ്ചയാണ് കേട്ടോ. ആകെ കാക്കകളാണ്. നമ്മുടെ പക്ഷികളുടെ കൂട്ടത്തിൽ കുറച്ച് പോക്കിരികളാണ് ഇവരിന്ന് ഇവിടെ കൂട്ടം കൂടിയിട്ടുണ്ട്. വളരെ സങ്കടമുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, അതിൻ്റെ ഒരു കുട്ടി അവിടെ വീണൊരു കുട്ടീനെ തോന്നുന്നു. കാക്കകളായതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോയാൽ കൊത്ത് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ പാവം എന്താ ഉണ്ടാക്കണ അറിയില്ല, ഒരു കൊത്ത് കൂടിയേക്കാണെന്നറിയില്ല. പക്ഷെ ഇവിടെ അടുത്ത് കൂടൊന്നുമില്ല കേട്ടോ. കൂട് ഇതിൻ്റെ തൊട്ട് മുകളിലൊന്നുമില്ല. ഇനി എന്താണ് ഉണ്ടാക്കുന്നത് എന്ന് അറിയില്ല. കാക്കകളാണ്. വലിയൊരു ടാസ്ക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ എന്തിൻ്റെ കുട്ടികളാണെന്ന് വെച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് അതിനൊരു പരിധി വരെ രക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇത് കാക്ക ആയതുകൊണ്ട് അടുത്ത് പോകാൻ പറ്റില്ല. പോയാൽ ചിലപ്പോൾ ഒരു നമ്മളെ വിവരാണ്ട് അറിയിച്ചു തരും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പിന്നാക്കം നിന്നിട്ടാണ് പരിപാടി ചെയ്യണത് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ ഷീറ്റിൻ്റെ മുകളിൽ എന്തോ വീഴുന്ന സൗണ്ട് പോലെ കേട്ടിട്ട് പുറത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കുട്ടിയാണെന്ന് നമുക്ക് മനസ്സിലായി ആദ്യം. അപ്പോൾ പറക്കാൻ നോക്കിയപ്പോൾ വീണതാണ് എന്നുള്ള നിലക്ക്. പക്ഷേ കുട്ടികൾ പറക്കാൻ നോക്കിയാലും അത് വല്ലാതെ പരിക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് എഴുന്നേൽക്കുന്നില്ല, അതവിടെ കെടുക്കുകയാണ്. അങ്ങനെ കുറേ കൂടും കാര്യങ്ങളൊക്കെ നോക്കി, എവിടെയും കൂടൊന്നും കാണാനില്ല അടുത്തൊന്നും. പ്ലെയിനായ സ്ഥലത്താണ് വീണുള്ളത്. പക്ഷേ ഇത് നമ്മൾ കുറേ നോക്കിയപ്പോഴാണ് ഇത് വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കാക്ക ഷോക്കടിച്ച് വീണക്കാണ്. പിന്നെ കുറേ നേരം നിന്നതിൻ്റെ ശേഷമാണ് നമ്മൾ അതിനെ എടുത്തോണ്ടിരുന്നത്. പാവം ഒരു കുട്ടിയാണ് എന്നുള്ള നിലക്കാണ് എടുത്തോണ്ടിരുന്നത്. എൻ്റെ കുട്ടിയാണെന്ന് വെച്ചാലും വലുതാണെന്ന് വെച്ചാലും അതിൻ്റെ തള്ളയാണല്ലോ മുകളിൽ നിൽക്കണ നിലക്ക് നമ്മൾ പാവല്ലേ, അതിന് വല്ലത് കടിച്ചുണ്ടായാൽ ഇടങ്ങറല്ലേ വെച്ചിട്ടാണ് എടുത്തോണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എടുത്തു കൊടുന്നു. പക്ഷേ സംഭവം അത് കുട്ടിയല്ല, അത് ഷോക്കടിച്ചതാന്ന് പിന്നെ മനസ്സിലായി. അങ്ങനെ നമ്മൾ അതിനെ എടുത്തു കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കുറേ നേരം നിന്ന് വേറെ എന്താണെന്ന് വെച്ചാലും നമുക്ക് വലിയ പ്രശ്നമില്ല. ഇത് കാക്കയായോണ്ടേ ചില കാക്കകൾ പ്രതികാരം വീട്ടുന്ന കാക്കകളൊക്കെ ഉണ്ട്. ആ നിരക്ക് നമ്മൾ കുറേ നേരം അവിടെ നിന്ന്. അപ്പോൾ അവരോ ഒന്ന് അടങ്ങി ഒന്ന് ഒതുങ്ങി എന്നൊക്കെ കണ്ടപ്പോഴാണ് അതിനെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടോളൂ. ഇതിനെ എത്തിക്കാൻ പറ്റില്ല, അത് എത്താൻ അങ്ങനെയില്ല. അല്ല, എന്താണ് ഉണ്ടാക്കണമെന്നറിയില്ല. ഇത് ചെറിയ കുട്ടിയൊന്നല്ല, ഷോക്കടിച്ചതാണാവാം. ഇനി ഷോക്കടിച്ച് വീണതാന്നും അറിയില്ല. അതിൻ്റെ ഒരു കാല് പോയിട്ടുണ്ട്. അപ്പോൾ ആ കാക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കരുതി ഇത് ചെറിയ കുട്ടിയേറ്റം പറക്കാൻ നോക്കിയിരിക്കാറുണ്ട്. പക്ഷെ ഇത് കുട്ടിയൊന്നുമില്ല കേട്ടോ, വലിയ കാക്കയൊന്നുമില്ല. അത് ഷോക്കടിച്ചിരിക്കാണ്. ഷോക്കടിച്ച് മരിച്ചിരിക്കാണ്, ചത്ത്. എൻ്റെ കാല് പൊടിഞ്ഞ് നമ്മൾ കുറേ നേരം അതിന് CPR ഒക്കെ കൊടുത്തു, ഒരു രക്ഷയില്ല.
ഷോക്ക് അടിച്ചുകൊണ്ട് തന്നെ നല്ല കരിഞ്ഞ മണമുണ്ട് കേട്ടോ. ഇതാകെ തീരുമാനമായിരിക്കും. നമ്മൾ വിചാരിച്ച് അത് പറക്കാൻ ഉദ്ദേശിച്ചപ്പോൾ വീണതാണ്. പക്ഷേ ആളാകെ ഡെഡായി. എന്തായാലും അതിലൊരു തീരുമാനമായി. ഞാൻ കവറൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ കുട്ടികളാണെങ്കിൽ പിന്നെ നമ്മൾ തൊട്ടാൽ അവരെടുക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ വെച്ചിട്ട് സ്മെല്ല് അടിക്കില്ല അവർക്ക്. അതുകൊണ്ട് നമ്മൾ കവറൊക്കെ ഇട്ടിട്ടാണ് പിടിച്ച്. പക്ഷേ ഇത് ഷോക്ക് അടിച്ചിട്ട് വീണം. അതേപോലെ ഇടക്കിടക്ക് ഷോക്ക് അടിച്ച് വീഴാറുണ്ട്. ആ കാക്ക ഇത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. കരിഞ്ഞ സ്മെല്ലുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളിതിനെ ഒഴിവാക്കുകയാണ്. നമ്മൾ കുറേ നേരം CPR ഒക്കെ കൊടുത്ത് ഒരു രക്ഷയില്ല. നമുക്കൊരു തീരുമാനമായിട്ട്